ഷാനവാസ് പറയാണ് എനിക്ക് എൻ്റേതായ കുറേ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഇല്ലേ. അപ്പോൾ ജിസേൽ പറയാണ് ഞാൻ എപ്പോഴും ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കും, എന്നെ കാണുമ്പം അങ്ങ് പുറകെ പോയി മാറിയിരിക്കുന്ന കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയോ തവണ ഒന്നിച്ചിരുന്നിട്ടുണ്ടെന്ന് ഷാനവാസ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ ഒരു രീതികളില്ലേ ജിസേലെ എന്ന് ഷാനവാസ് ചോദിക്കുകയാണ്. ആദിലയോടും നൂറയോടും ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടില്ലേ? അനിമോളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഇരുന്നിട്ടില്ലയോ? അപ്പോൾ അനിമോള് അവസാനം ഒരു വാക്ക് പറഞ്ഞു, മനസ്സിലാക്കാത്ത ആൾക്കാരുടെ കൂടെ ഇരിക്കരുത്. അപ്പോൾ ഷാനവാസ് അതിന് മറുപടി പറയുന്നു, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടേ ഇല്ലെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഒരു പെങ്ങളെ ഉള്ളായിരുന്നു അനു. ഷാനവാസ് പറയുകയാണ്, ഇവിടെ എല്ലാവരും ചാർത്തി തന്ന ഒരു പെങ്ങൾ, പക്ഷേ ആ പെങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. നൂറയാണെങ്കിൽ ഇന്നലെ ഷാനവാസിൻ്റെ മോള് വന്ന് ചിരിച്ച കണക്കുള്ള ഒരു ചിരി അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാവർക്കും നീതി കൊടുക്കാനല്ലേ വന്നിരിക്കുന്നതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നു ഷാനവാസ്. ഉടനെ ആദില പറയുന്നു, അവൾ നീതി ദേവതയല്ലേ, നീതി ദേവത. അങ്ങനെ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയാണ്, എനിക്ക് ഇവിടുന്ന് ആരുടെ കയ്യിൽ നിന്ന് എഴുതി കിട്ടിയിട്ടുമില്ല, എനിക്ക് ആരുടെക്കും നീതി കൊടുക്കാനുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പറയണം നീ. പിന്നെ നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴെല്ലാം വന്ന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി എന്നെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നത്, എൻ്റെ പൊന്നോ, ഒരു പ്രാവശ്യം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പം ഞാൻ അകത്തോട്ടൊന്ന് വിളിച്ചുകൊണ്ട് പോയി, അതിനാണ് കണക്ക് ഇത്രയും കണക്ക് പറച്ചിലുണ്ടോ? ഇനി ഈ ജന്മത്ത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഇവിടെ ഞാൻ വിളിക്കാനേ വരത്തില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാം, നീ വിളിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നെന്ന് പറഞ്ഞു, നീ വിളിക്കാതെ തന്നെ എത്രയോ പ്രാവശ്യം നിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതോ? ജിസേൽ പറഞ്ഞു, നീ നന്ദി പറയണം. അപ്പോൾ അനുമോള് പറഞ്ഞാൽ നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാം, മനസ്സ് നന്നാവണം, എന്നാൽ മാത്രമേ നന്ദി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏത് നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയാണ്, ആ തൊലി അങ്ങ് വലിച്ചൂരി കളഞ്ഞാൽ മതി, അപ്പോൾ അങ്ങ് നന്നായിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയാം, ഞാനും അതാ പറഞ്ഞത്, ഈ മുഖം മൂടി അങ്ങ് വലിച്ചു കീറി കളഞ്ഞാൽ മതി, അപ്പോൾ അങ്ങ് നന്നായിക്കോളൂ എന്ന് അനുമോളോട് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഭയങ്കര അസഹ്യമായിട്ട് ആ നൂറെ ഇരുന്നിട്ട് കിണികിണാന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമുള്ളതിനും എല്ലാത്തിനും എല്ലാം ഇപ്പം ഷാനവാസിൻ്റെ മോള് വന്നതിൽ പിന്നെ നൂറയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ, നൂറയുടെ ഭാഗത്തു നിന്നുള്ള കണ്ടൻറ്റ് ചിരി.